നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ബൈപാസ് റോഡ്, ചെമ്മാട്. വാർത്തകൾ വിശദമായി. 39 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൊലപാതകം ചെയ്തതായി വെളിപ്പെടുത്തിയ വേങ്ങര സ്വദേശി മുഹമ്മദ് താൻ മറ്റൊരു കൊലപാതകം കൂടി ചെയ്തതായി പോലീസിന് മൊഴി നൽകി. കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് പണം തട്ടിപ്പറിച്ച ഒരാളെ താനും ഒരു സുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തി എന്നാണ് മുഹമ്മദിൻ്റെ വെളിപ്പെടുത്തൽ. 1989 കോഴിക്കോട് വെള്ളയിൽ ബീച്ചിൽ വെച്ച് ഒരാളെ കൊന്നുവെന്നായിരുന്നു വേങ്ങര സ്വദേശി മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തൽ. ഇതിൽ നടക്കാവ് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 1986 കൂടരഞ്ഞിയിൽ വെച്ച് നടത്തിയ കൊലപാതകത്തെക്കുറിച്ച് പറയുന്നതിനിടയിലാണ് 1989 നടത്തിയ കൊലപാതകത്തെക്കുറിച്ച് മുഹമ്മദ് അലി വെളിപ്പെടുത്തിയത്. ഈ വെളിപ്പെടുത്തലുമായി സാമ്യമുള്ള കേസ് 1989 സെപ്റ്റംബർ 24 നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരുന്നതായി കണ്ടെത്തിയതോടെയാണ് കോഴിക്കോട് സിറ്റി പോലീസ് കേസ് റീഓപ്പൺ ചെയ്തത്. ടൗൺ അസിസ്റ്റന്റ് കമ്മീഷണർ TK അഷ്റഫിൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സ്ക്വാഡാണ് കേസ് അന്വേഷിക്കുന്നത്. അതേസമയം മുഹമ്മദിൻ്റെ മാനസിക നില പരിശോധിക്കുവാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. കോഴിക്കോട് കൂടരഞ്ഞി സ്വദേശിയും നിലവിൽ വേങ്ങരയിൽ സ്ഥിരതാമസക്കാരനുമായ ആന്റണി എന്ന മുഹമ്മദ് അലി ഒന്നിനു പിറകെ ഒന്നായി നടത്തുന്ന വെളിപ്പെടുത്തലിലെ യാഥാർത്ഥ്യം തേടി അലയുകയാണ് കോഴിക്കോട് സിറ്റി പോലീസും റൂറൽ പോലീസും. തനിക്ക് 14 വയസ്സ് മാത്രമുള്ളപ്പോൾ 1986 കൂടരഞ്ഞിയിൽ വെച്ച് ഒരാളെ കൊലപ്പെടുത്തിയെന്ന മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തൽ തിരുവമ്പാടി പോലീസ് അന്വേഷണം നടത്തിവരവെയാണ് ഈ സംഭവത്തിന് 3 വർഷങ്ങൾക്ക് ശേഷം കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് തൻ്റെ കയ്യിൽ നിന്നും പണം തട്ടിപ്പറിച്ച് ഒരാളെ ഒരു സുഹൃത്തിൻ്റെ സഹായത്തോടെ മണലിൽ ശ്വാസം മുട്ടിച്ചു കൊന്നു എന്ന് മുഹമ്മദ് അലി വെളിപ്പെടുത്തിയത്. കൂടരഞ്ഞി സംഭവത്തിലെ വിവരങ്ങൾ തിരുവമ്പാടി പോലീസിന് കൈമാറിയ വേങ്ങര പോലീസ് കോഴിക്കോട് കടപ്പുറത്തെ സംഭവം സംബന്ധിച്ച മൊഴിയുടെ വിശദാംശങ്ങൾ സിറ്റി പോലീസിനും കൈമാറി. തിരുവമ്പാടി പോലീസ് പുതിയ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയപ്പോൾ കടപ്പുറം കൊലപാതകത്തിൻ്റെ യാഥാർത്ഥ്യം തേടുകയാണ് സിറ്റി പോലീസ്. മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തലിനെ സാധൂകരിക്കും വിധം കൂടരഞ്ഞിലും കോഴിക്കോട് കടപ്പുറത്തും അസ്വാഭാവിക മരണങ്ങൾ നടന്നതായി കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ആരാണ് കൊല്ലപ്പെട്ടത് എന്നോ ഇയാൾ പറയുന്ന സമയത്ത് തന്നെയാണോ ഈ സംഭവങ്ങൾ എന്നോ സ്ഥിരീകരിക്കുവാൻ പോലീസിന് സാധിച്ചിട്ടില്ല. അതിനാൽ തന്നെ മുഹമ്മദിൻ്റെ മാനസിക നില ഉൾപ്പെടെ പരിശോധിച്ച തുടർ നടപടികൾ സ്വീകരിക്കുവാനാണ് പോലീസിൻ്റെ നീക്കം. അതേസമയം മുഹമ്മദ് അലി മാനസിക രോഗത്തിന് ചികിത്സയിലെന്ന് സഹോദരൻ പൗലോസ് പറഞ്ഞു. മാനസിക നില തെറ്റിയ ഇയാൾക്ക് ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണെന്നും ആന്റണി എന്നായിരുന്നു ഇയാളുടെ ആദ്യ പേരെന്നും സഹോദരൻ വെളിപ്പെടുത്തി. ആന്റണി എന്നായിരുന്നു മുഹമ്മദ് അലിയുടെ ആദ്യ പേര്. കൂടരഞ്ഞിൽ നിന്നും വിവാഹം കഴിച്ച ഇയാൾ ഭാര്യ ഉപേക്ഷിച്ചതോടെ വേങ്ങരയിലേക്ക് പോയി. അവിടെ നിന്ന് രണ്ടാം വിവാഹം ചെയ്തതോടെയാണ് മതം മാറി മുഹമ്മദ് അലിയായത്. 25 വർഷമായി വേങ്ങരയിലാണ് സഹോദരൻ താമസിക്കുന്നത്. കൂടരഞ്ഞിയിൽ തോട്ടിൽ നിന്നും മൃതദേഹം കണ്ടെത്തുന്ന സമയത്ത് താനും സഹോദരനും സ്ഥലത്ത് ഇല്ലായിരുന്നുവെന്നും സഹോദരൻ പൗലോസ് പറയുന്നു. താൻ പൂവാറന്തോട് പണിയിലായിരുന്നുവെന്നും നേരത്തെ നാടുവിട്ടു പോയ മുഹമ്മദ് അലി 8 വർഷം കഴിഞ്ഞാണ് നാട്ടിൽ തിരിച്ചെത്തിയതെന്നും സഹോദരൻ പൗലോസ് പറയുന്നു. 2 ഇടങ്ങളിൽ നിന്നായി വിവാഹം കഴിക്കുകയും മതം മാറ്റം നടത്തുകയും പലയിടങ്ങളിൽ പലവിധ ജോലികൾ ചെയ്യുകയും എല്ലാം ചെയ്തിട്ടുള്ള ആന്റണി എന്ന മുഹമ്മദ് അലിയുടെ പശ്ചാത്തലവും ദുരൂഹമാണ്. അതിനാൽ തന്നെ ഇയാളുടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട പരമാവധി വിവരങ്ങൾ ശേഖരിക്കുവാനുള്ള ശ്രമത്തിലാണ് തിരുവമ്പാടി പോലീസും കോഴിക്കോട് സിറ്റി പോലീസും. ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി ടുഡേ. വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ. എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ 10% കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും 18 ക്യാരറ്റ് ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ. മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും 3000 രൂപ മുതൽ. കൂടാതെ പണിക്കൂലി 2.9% മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ബൈപാസ് റോഡ്, ചെമ്മാട്.